പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഇസ്രായേലും അമേരിക്കയും ജോയിൻ്റായിട്ടാണ് ഇപ്രാവശ്യം ബോംബ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 30ഓളം ടാർജറ്റുകൾ. ഇതിനകത്ത് ഈ പറയുന്ന ഇറാൻ കൊണ്ടുവന്ന എയർ ഡിഫൻസ് സിസ്റ്റം കാണും, ഖൊമൈനിയുടെ പ്ലേസ് കാണും, അതിനകത്ത് സെൻസിറ്റീവ് മറ്റുള്ള സ്ഥലങ്ങൾ കാണും. ഇറാനിയൻ അതോറിറ്റി പറയുന്നത് അലി ഖമൈനി ടെഹ്റാനിൽ നിന്നും വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതായത് അവരും സ്ഥിരീകരിച്ച് 30ഓളം ബോംബുകളാണ് ഹിറ്റ് ചെയ്തത്. മനസ്സിലാക്കുക, ഇത് ഡേ നൈറ്റ് ബോംബിംഗ് ആണ്, രാത്രിയിലല്ല ബോംബിംഗ് ആണത്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും ഇറാൻ റിട്ടാലിയേറ്റ് ചെയ്യുന്നത്, അതായത് എങ്ങനെയായിരിക്കും അവർ തിരിച്ചടിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് റിട്ടാലിയേഷൻ്റെ വാർത്തകളൊന്നും വരുന്നില്ല. അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഇറാനിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇറാനിയൻ മീഡിയ പറഞ്ഞു, അതായത് ജോയിൻ്റായിട്ട് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഒരുമിച്ച് ഇറാനിൽ ബോംബ് ചെയ്തു. ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യാനുള്ള റീജിയണൽ വാറിനുള്ള സാധ്യതയുണ്ടോ? ഇറാൻ്റെ പ്രോക്സിയായ ഹിസ്ബുള്ള, പഴയതുപോലെ ഹമാസിൻ്റെ ആ സമയത്ത് ഇസ്രായേലിലോട്ട് മിസൈലും ഡ്രോൺസും ഒക്കെ വിട്ടു, അതിന് സാധ്യതയുണ്ടോ? എങ്ങനെയായിരിക്കും ഇത് റീജിയണലായിട്ട് എസ്കലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി? അതിനേക്കാളുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഏകദേശം 1.5 മാസത്തോളം തയ്യാറെടുപ്പും ഹോംവർക്കും കഴിഞ്ഞ ശേഷം വളരെ കൃത്യമായിട്ടാണ് ഡേ ലൈറ്റിൽ പ്ലാൻ ചെയ്ത് ബോംബിംഗ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇനിയും വരാനുള്ള ദിവസങ്ങൾ, അതായത് എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. അതിനിടയ്ക്ക് ഇറാനിയൻ അതോറിറ്റി, ഈ പറയുന്ന റെജീം, അവിടുത്തെ ഭരണകൂടം കീഴടങ്ങി അവരവിടുന്ന് പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പം ബോംബിങ് നിൽക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കേണ്ടത്, അതേപോലെ തന്നെ ഇന്ത്യക്കാരോട് ഇന്ത്യ ഗവൺമെൻറ് അഡ്വൈസറി കൊടുത്തു കഴിഞ്ഞു. അവരൊരു കാരണവശാലും ഇറാനിലെ വീടുകളിലിരിക്കണം, അവർ യാത്ര ചെയ്യരുത്, കാരണം യുദ്ധ രീതിയിലുള്ള സംഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി മനസ്സിലാക്കുക, എന്താണ് ഇസ്രായേലും അമേരിക്ക ഉദ്ദേശിക്കുന്നത്? റിജീം മാറ്റുക. രണ്ടാമത്, ഒരു കാരണവശാലും ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് അച്ചീവ് ചെയ്യാൻ പാടില്ല. ലോങ് റേഞ്ച് മിസൈലുകൾ ഇറാൻ ഉണ്ടാക്കാൻ പാടില്ല. അതിനിടയ്ക്ക് മലയാളത്തിലൊരു യൂട്യൂബ് ചാനൽ പറയുന്നു, ചൈനയിൽ നിന്നും ഇറാൻ മിസൈൽസ്, അതായത് കപ്പൽ ആൻറ്റി ഷിപ്പ് മിസൈൽസ് വാങ്ങും. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു മിസൈൽ കൊണ്ടുവരുന്ന ഫ്ലൈറ്റേ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇത് വളരെ വലിയ ഷിപ്മെൻറ്റിൽ പ്രത്യേകമായിട്ട് തന്നെ കൊണ്ടുവരും. ഹ്യൂജാണ് ഈ പറയുന്ന മിസൈൽ ലോഞ്ചറും മിസൈലും എന്നൊക്കെ പറയുന്നത്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഇത് അവിടെ തിരിച്ചു വരാൻ, അവിടെ എത്താൻ തന്നെ 35 ദിവസം എടുക്കും. അതുമല്ല, ചൈന ബ്ലണ്ടർ ഒന്നും കാണിക്കത്തൊന്നുമില്ല. ഇങ്ങനൊരു സന്ദർഭത്തിൽ അവർ അമേരിക്കയെ ഉടക്കാൻ വേണ്ടി പോകത്തില്ല. കാരണം ലോകം മുഴുവൻ ഇറാനെതിരെയാണ്. അവിടെ ഈ പറയുന്നൊരു ജനങ്ങളുടെ ഒരു സമരം, ഏകദേശം 10,000-ലധികം പേരാണ് ആ റെജീം ഇവരെ വെടിവെച്ച് കൊന്നത്. കാരണം അമേരിക്കയ്ക്ക് കിട്ടിയ പൊട്ടൻഷ്യലായിട്ടുള്ള ചാൻസാണ് ഇറാൻ പിടിച്ചെടുക്കുക. മനസ്സിലാക്കുക, ഇതിൽ അമേരിക്കയുടെ ഉദ്ദേശം പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ്, വേറൊന്നുമല്ല. അതിന് ഉറപ്പായിട്ടും ഇസ്രായേലിനെ മുമ്പിൽ നിർത്തി ചെയ്യുന്നു. ഉറപ്പായിട്ടും ഇസ്രായേലിന് താല്പര്യമുണ്ട്. ഒരു കാരണവശാലും ഇറാൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺസോ ഇങ്ങനെയുള്ള വെപ്പൺസോ ഉണ്ടാകാൻ പാടില്ല. അത് അവരുടെ രാജ്യത്തിന് സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. അതേപോലെ അവർ പ്രോക്സീസിനെ വളർത്താൻ പാടില്ല. റെജീമിനെ ചേഞ്ച് ചെയ്ത് അണ്ടർ അമേരിക്ക ഈ സാധനം കൊണ്ടുവരിക, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. മനസ്സിലാക്കുക, 11 ദിവസത്തെ വാറിനകത്ത് ഇസ്രായേൽ പ്രതീക്ഷിച്ചത് അവരുടെ ഡിഫൻസ് സിസ്റ്റം ടെസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ടെസ്റ്റിഫൈ ചെയ്ത് ഇവർക്ക് വളരെ കൺഫർമേഷൻ ഉണ്ട്, ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല, അതിനെ അടിച്ചു ഊരെ കളയാൻ സാധിക്കും. പക്ഷേ ഇറാൻ്റെ മിസൈൽ ലോഞ്ചിങ്ങും ഈ പറയുന്ന ഡ്രോൺ, അതിനെ എത്രമാത്രം ഇസ്രായേലും അമേരിക്കയും കൺട്രോൾ ചെയ്യും, ഇതിനനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകും. ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ, ഇന്ത്യക്കാരെ ജോലി ചെയ്യുന്ന മിഡിൽ ഈസ്റ്റിനെ എങ്ങനെ ബാധിക്കും, കാരണം അത് വളരെ ക്ലിയർ ആയത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. മനസ്സിലാക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ നിന്ന് പോയിട്ട് 24 മണിക്കൂറായില്ല തിരിച്ച്. അതിനു മുമ്പ് വാറ് തുടങ്ങി. മനസ്സിലാക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രി പോകാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്ന് ഒരു കൂട്ടർ പറയുന്നു. മറ്റൊരു കൂട്ടർ പറയുന്നു രണ്ടാഴ്ച മുമ്പ് തീരുമാനിച്ചതാണ്
എങ്ങനെയായിരിക്കും അറ്റാക്ക് ചെയ്യണം മനസ്സിലാക്കുക. ഇറാനുമായിട്ട് അമേരിക്ക നടത്തിയ ന്യൂക്ലിയർ വെപ്പൺ ചർച്ച എന്ന് പറയുന്നത് വെറും വെറും ഗിമിക്സ് ആണ്. 15 മിനിറ്റ് കൊണ്ടാണ് ചർച്ച തീരുന്നത്. പിന്നീട് ഒരു അടുത്ത ഡേറ്റ് പറയുക. അതായത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം എടുക്കുക. അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ ജെറാൾഡ് ഫോർഡ് USA അത് അവർ ഡോക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത്. അതായത് ഫുള്ളി പ്രിപ്പയർ ആയിട്ടാണ് ഈ വാർ എന്ന് പറയുന്നത് അമേരിക്ക ഇസ്രായേലും ജോയിൻ്റായിട്ട് ഇറാനെതിരെ നേരിടുന്നത്. അല്ലാതെ ഇത് പെട്ടെന്ന് ചാടിയെടുക്കുന്ന തീരുമാനമല്ല. കാരണം അവർക്ക് മനസ്സിലാകുക എത്ര ഈ വാറുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രാജ്യങ്ങൾക്ക് എത്ര പേര് ലൂസാകാനുള്ള സാധ്യതയുണ്ട്, അവർ വെപ്പൺസ് എത്രമാത്രം നശിക്കാൻ സാധ്യത, എവിടൊക്കെ ഇറാൻ ലോങ് റേഞ്ച് മിസൈൽ വിടാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ വളരെ വ്യക്തമായ കാൽക്കുലേഷനിൽ തന്നെയാണ് ഇവർ പോകുന്നത്. അതേപോലെ തന്നെ ഇസ്രായേലിലെ ജനങ്ങൾക്ക് അവർ അഡ്വൈസറി കൊടുത്തു കഴിഞ്ഞു, എയർപോർട്ട് യൂസ് ചെയ്യരുത്, എയർപോർട്ട് അടച്ചിടാൻ പോവുകയാണ്. അതേപോലെ തന്നെ കാരണം എയർപോർട്ട് മിലിറ്ററി ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യും. രണ്ടാമതൊരു കാര്യം അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു ഷെൽട്ടറിലോട്ട് കയറുക, കാരണം ഫുള്ളി പാക്ഡ് ആണ്. കാരണം 11 ദിവസത്തെ വാറിനകത്തുണ്ടായ പ്രശ്നങ്ങൾ അതെല്ലാം പരിഹരിച്ചിട്ടാണ് ഇപ്രാവശ്യം ഇസ്രായേലും അമേരിക്കയും വാറിലോട്ട് പോയിരിക്കും. ഉറപ്പായിട്ടും ഇത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ എസ്കലേഷൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇറാൻ ഇവിടെ തിരിച്ചടിക്കുന്ന ഏത് രീതിയിലാണ് അതിൻ്റെ ചിലപ്പോൾ 4 ഇരട്ടി പ്രഹരത്തിലായിരിക്കും ഇസ്രായേലും അമേരിക്കയും ഇറാനെ നശിപ്പിക്കുന്നത്. ഇതും മാറ്റർ ചെയ്യും. കാരണം ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഡോസാണ് കൊടുത്തിരിക്കുന്ന 30 ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിനെ ഇറാൻ എങ്ങനെ റിട്ടാലിയേറ്റ് ചെയ്യും, അതിനെ ബേസ് ചെയ്തായിരിക്കും മറ്റുള്ള അറ്റാക്കുകൾ ഓരോന്നായിട്ട് പോകുന്നത്. ഇതിലൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇറാനിൽ നടന്ന പ്രക്ഷോഭം ഈ പറയുന്ന 30-35 ഹിറ്റ് കഴിയുമ്പോൾ അവിടുത്തെ ലോക്കൽ ജനങ്ങൾ ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ തെരുവിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ IRGC മുഴുവനും വാറിനകത്ത് എൻഗേജ്ഡാണ്. ഇറാൻ ഭരണകൂടം വാറിനകത്ത് എൻഗേജാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റിയും തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടതാണ്. ഒന്നാമത് മനസ്സിലാക്കുക, ഇറാനിൽ 5% പോലും ജനങ്ങൾക്ക് താല്പര്യമില്ല ആ റെജീം അവിടെ ഭരണം തുടരാൻ വേണ്ടി. അവർക്കത് മാറ്റിക്കൊടുക്കുക. അതിൻ്റെ പേരിൽ തന്നെയാണ് റെജീം ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയ സമയത്ത് ഇസ്രായേലിനും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് അവിടെ സ്ലോഗൻ വിളിച്ചത്. ഇതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഞാൻ തീർത്തും പറയാം, ഈ വാറിനകത്ത് അമേരിക്കയുടെ നിശ്ചയദാർഢ്യം എന്ന് പറയുന്ന ഇറാൻ പിടിച്ചെടുക്കുക, ഓയിൽ മാർക്കറ്റ് അവരുടെ ഓയിൽ എക്സ്പ്ലോറേഷൻ്റെ സംഭവങ്ങൾ അവരുടെ കയ്യിലാക്കുക. അതേപോലെ തന്നെ ഇസ്രായേലിന് വീണ്ടും പ്രൂവ് ചെയ്യുക, വീണ്ടും മറ്റൊരു നല്ലൊരു അവസരം കിട്ടിയേക്കുവാണ്. മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ അവരാണ് അമേരിക്ക പോലുള്ള നാറ്റോ രാജ്യത്തിൻ്റെ ഹെഡ്. അവർ തീരുമാനിക്കും മറ്റുള്ള രാജ്യങ്ങൾ എങ്ങോട്ട് പോകണം. ഇത് മാറ്റർ ചെയ്യുന്നുണ്ട്. കാരണം മൈറ്റി മിലിറ്ററി പവറും പിന്നീട് അമേരിക്ക ഇസ്രായേലിനെയും കൂടെ കൂട്ടിയതിൻ്റെ കാരണം ഏറ്റവും നല്ല ബോംബിങ് എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ന് ഇസ്രായേലിനെയാണ് ഗ്ലോബലായിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എങ്ങനെയാണ് ഹിസ്ബുള്ള തലവൻ അയാളെ എങ്ങനെയാണ് കൊന്നത്, ഹസനുള്ള അയാളെ എങ്ങനെയാണ് കൊന്നത്. അയാൾ ബങ്കറിൽ ഒളിച്ചിരിക്കുമായിരുന്നു. ചിലപ്പം ആ ഒരു സംഭവങ്ങളും ഇവിടെ എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഖമേനിയെ തട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഖമേനിക്ക് ആ നാട് വിട്ടു പോകാം. ഈ 2 ഓപ്ഷനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് വാർ മുന്നോട്ട് പോകുന്നത്. അതായത് ഇത് തുടർച്ചയായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.